Hello guys, next question nokam, question number 7. Okay, now listen to the question. Let the area of the region set of all xy such that 2y less than or equal to x square plus 3, y plus mod x less than or equal to 3, y greater than or equal to mod of x minus 1 be a. അപ്പോൾ ഈ പറഞ്ഞ ഇക്വേഷൻസുകൾ എന്താ ചെയ്യുന്നത്, എൻക്ലോസ് ചെയ്യുന്ന ഏരിയനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എ വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ 6 ഇൻറ്റു ദാറ്റ് ഏരിയ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം ഇത് അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് ആണ്. നിങ്ങൾ ഗ്രാഫ് സ്കെച്ചിങ്ങിൽ നല്ല ഐഡിയ ഉണ്ടാവണം. കാരണം ഇത് ഓരോ ഗ്രാഫ് എല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. നമ്മൾ LMRPയിലും അതുപോലെ നമ്മൾ എല്ലാ രീതിയിലും ഇത് പറഞ്ഞു തന്നാണ്. എങ്ങനെയാണ് ഗ്രാഫ് തന്നെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. അപ്പോൾ എനിവേ ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻ കാറ്റഗറിയിൽ വരാവുന്ന ചോദ്യമാണ്. ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഇതിന് തൊട്ടടുത്ത പേജ് എടുത്ത് വരയ്ക്കാം. കാരണം കുറച്ച് വലിയ ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. യെസ്, സോ ലെറ്റ്സ് ഡ്രോ ദ ഗ്രാഫ്. ഗ്രാഫ് ക്ലിയർ ആണോ? ഓക്കെ അല്ലടാ, ഗ്രാഫ് ക്ലിയർ അല്ലേ? XY ക്ലിയർ അല്ലേ? ഗ്രാഫ് അല്ല, XY പ്ലെയിൻ ഓക്കെ അല്ലേ? യെസ്. ഇത് X സൈഡ് എടുത്തു, ഇത് Y സൈഡ് എടുത്തു. ഓക്കെ, ഇത് ഒറിജിനാണ്. ഇനി നിങ്ങൾ എങ്ങനെയാണ് ഈ മോഡ്, ആദ്യം നമുക്ക് ഓരോ ഗ്രാഫ് വരയ്ക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദിസ് വൺ. ഇതാണ് എളുപ്പം. ഇനി നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇനീക്വാലിറ്റി ഒക്കെ മാറ്റും. ഇവിടെ ഈക്വൽ ആക്കും. ഈ ഗ്രേറ്റർ ലെസ് ഉള്ളിടത്തൊക്കെ ഈക്വൽ ആക്കും കേട്ടോ. വരയ്ക്കുമ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ. ഈക്വൽ ആക്കുക. മോഡ് ഓഫ് x മൈനസ് 1 എങ്ങനെ വരയ്ക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മോഡ് ഓഫ് x മൈനസ് എ അല്ല, ഇവിടെ x മൈനസ് 1 ആണ്. മോഡ് ഓഫ് x മൈനസ് 1 വരയ്ക്കേണ്ടത് ഇങ്ങനെ, ശരിയല്ലേ? ദിസ് ഇസ് മോഡ് ഓഫ് x മൈനസ് 1. ഓക്കെ, വരച്ച് കഴിഞ്ഞു. നമുക്കറിയാം ഇത് എന്ന് പറയുന്നത് y is equal to x minus 1 ആണ്. ഇത് y is equal to 1 minus x ആണ്. Mod of x minus 1 can be either x minus 1 or 1 minus x according to x as positive negative. So mean greater than 1, less than 1. Okay. So this is what mod of x minus 1. Now we draw the graph of y plus mod x equal to 3. See, y plus mod x equal to 3 means y is equal to, നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോഴും y കണ്ടുപിടിക്കണം. y equal to 3 minus mod x. നമുക്കറിയാം mod x മൈനസ് mod x ഇങ്ങനെയാണ് വരിക. 3 മൈനസ് mod x എന്ന് അതിനെ 3 യൂണിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പം ഇങ്ങനെയാണ് വരിക. ഓക്കെ, സോ ഐ എം ഷിഫ്റ്റിംഗ് ദി ഗ്രാഫ് ഇങ്ങോട്ടേക്കാണ്, 3 യൂണിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, ത്രീ യൂണിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കണേ, 3 യൂണിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഗ്രാഫ് വരിക നോക്കാം. ആ ഗ്രാഫ് വരുന്നത് സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. ഓക്കെ, സംതിങ് ലൈക്ക് ദിസ്. ദിസ് ഇസ് വാട്ട് 3. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ പോയിന്റ് നിങ്ങൾക്കറിയാം 1,0 ആണ്. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 0,3 ആണ്. 3 യൂണിറ്റിലേക്കാണ്. അപ്പോൾ 0,3 ആണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, y ആക്സിൻ്റെ റൈറ്റ് സൈഡ് x പോസിറ്റീവ് ആണ്. സോ ദിസ് വിൽ ബി y is equal to 3 minus x and this will be y is equal to 3 plus x. Because left side of y axis x becomes minus x, so 3 minus of minus x becomes 3 plus x. Okay, now if you solve these two equations, ഇതറിയാം, ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് ഈ പോയിന്റ് കിട്ടും. സോ ലെറ്റ് സോൾവ് ഇറ്റ്. y equal to x minus 1, y equal to 3 minus x. See, x minus 1 is equal to 3 minus x സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2x equal to 4, then x equal to എന്താണ് 2 ആണ്. 2 എടുത്ത് x കിട്ടി, 2 ആണ്. y എത്ര ആയിരിക്കും? y എന്ന് പറയുന്നത് 2 ആണെങ്കിൽ y will be 1. ഓക്കെ, 2,1 ആണ് അവിടുത്തെ പോയിന്റ് ആയിട്ട് വരിക. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡ് സോൾവ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ഞാൻ ലെഫ്റ്റ് തന്നെ എഴുതി കാണിക്കാം. 1 minus x equal to 3 plus x ആണ്. സോ -2 is equal to 2x, so x is equal to -1. So y will be 3 plus -1, that will be 2. So this point is x minus 1, y will be 2. അപ്പോൾ നമ്മൾ ഇത്രയും ഗ്രാഫുകൾ കൃത്യമായിട്ട് വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വരയ്ക്കാനുള്ള ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ മോർ ഇനീക്വാലിറ്റി ഇസ് ദർ ആൻഡ് ഇറ്റ് ഈസ് 2y equal to x square plus 3. Now we are going to draw
2y is equal to എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് 3 ആണ്. അപ്പോൾ നമ്മളിനി വരയ്ക്കാൻ പോകുന്നത് 2y is equal to എക്സ് സ്ക്വയർ പ്ലസ് 3 ആണ്. സോ ലെറ്റ്സ് ഹൗ ടു ഡ്രോ. അപ്പോൾ അതെങ്ങനെ വരയ്ക്കേണ്ടതെന്ന് ഞാൻ പറയാം, ശ്രദ്ധിച്ചോളൂ കേട്ടോ. എടാ 2y = എക്സ് സ്ക്വയർ പ്ലസ് 3 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ അപ്വേർഡ് പരാബോള അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് 3 എന്ന് പറഞ്ഞാൽ അപ്വേർഡ് പരാബോളയാണ്. ഇനി നിങ്ങൾക്കൊരു കാര്യം ആലോചിക്കുക, ഈ പോയിന്റിലൂടെ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. എക്സ് സ്ക്വയർ പ്ലസ് 3 ആണ് എന്ന് വെച്ചാൽ 3/2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഈ പോയിന്റ് ഏതാടാ, നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ പോയിന്റ് ഏതാ, ഇതേതാ ലൈൻ? ഈ ലൈൻ y = 1 - x ആണ്. അവിടെ നിങ്ങൾ എക്സിന് 0 ഇട്ട് കഴിഞ്ഞാൽ y 1 ആണ് അല്ലേ. അപ്പോൾ ഈ പോയിന്റ് ഏതാണ്? ദിസ് പോയിന്റ് ഈസ് 0,1 ആണ് ആ പോയിന്റ് അല്ലേ. ആ പോയിന്റ് ഏതാണ്? 0,1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് y കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ് 3/2 ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 3/2 ആണ്. അപ്പോൾ ഇതിൻ്റെ വെർട്ടെക്സ് വരിക 3/2ലാണ്. എക്സിന് 0 എടുത്തു കഴിഞ്ഞാൽ വെർട്ടെക്സ് 3/2, y ആക്സിലാണ് വെർട്ടെക്സ് വരിക അല്ലേ. അപ്പോൾ 3/2 ആണ്. 3/2 എന്ന് പറഞ്ഞാൽ 1.5 ആണ്. അപ്പോൾ 1ന് സംവെയർ ഹിയർ ദിസ് വിൽ ബി ദ വെർട്ടെക്സ് പോയിന്റ്. ഇനി ഇവിടെ വെർട്ടെക്സ് വരയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വെർട്ടെക്സ് വരച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ y ആക്സിലാണ് വെർട്ടെക്സ് ഉണ്ടാകുക, സംവെയർ ഹിയർ. അപ്പോൾ ഈ പരാബോള ഇങ്ങനെ ഇതിലൂടെ പാസ് ചെയ്യോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഇവിടെയുള്ള പോയിന്റ് x -1 y 2 ആണ്. അതിൽ ഇവിടെ ഇട്ട് നോക്കിയാൽ മതി. എക്സിന് -1 കൊടുത്താൽ ഇത് 1 + 3/2 4/2 2 വരും. y എന്താണ് 2 ആണ്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പരാബോള പാസ് ചെയ്യുന്ന എന്തായാലും ഇതിലൂടെ ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും പരാബോള പോവുക. പരാബോള വിൽ പാസ് ത്രൂ ദിസ് പോയിന്റ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും അപ്വേർഡ് ആയിട്ട് പോവുക. സോ ഐ വിൽ ഡ്രോ ദ റഫ് സ്കെച്ച്. സോ ദിസ് ഈസ് ദ കൈൻഡ് ഓഫ് പരാബോള. ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ഈ പരാബോള എന്ത് ചെയ്യുന്നുണ്ട്, ഈ പരാബോളേൻ്റെ വെർട്ടെക്സ് y ആക്സിലായിരിക്കും. അത് ആ പോയിന്റിലൂടെയാണ് പാസ് ചെയ്ത് പോവുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഇസ് ദ ക്ലിയർ ഗ്രാഫ്. ഓക്കെ, ഇനി പരാബോള ഈ പോയിന്റിൽ എവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതെന്നുള്ള അറിയണം. ഏത് പോയിന്റിൽ? ഇതാ, ഈ പോയിന്റ് ഏതാണെന്ന് അറിയണം. ഈ പോയിന്റ് ഏതാണെന്ന് അറിയണം. നിങ്ങൾ എന്ത് ചെയ്യണം, ആ ലൈന് അതായത് y = 3 - x അതുപോലെ ആ പരാബോളയും തമ്മിൽ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. If you solve that parabola and y is equal to 3 - x and you will get the point as, അപ്പോൾ നോക്കിക്കോളൂ അതെങ്ങനെ കിട്ടുക എന്നുള്ള പറയാം. y = 3 - x ആണ്. സോ 3 - x is equal to എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് 3/2 ആണ്. സോ വി ഗെറ്റ് 6 - 2x is equal to x square plus 3 എന്ന് കിട്ടും. ഓർ x square plus 2x - 3 is equal to 0 എന്ന് കിട്ടും. ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്താൽ x - 1 into x - 3 ഓക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ -3 ആഡ് ചെയ്താൽ സോ x plus 3 is equal to 0. സോ എക്സ് ഈക്വൽ ടു നമുക്ക് കിട്ടുക 1 എന്നാണ് കിട്ടുക. എക്സ് വിൽ ബി 1. എക്സ് 1 ആണെങ്കിൽ y എന്തായിരിക്കും കിട്ടുക? എക്സ് 1 ആണെങ്കിൽ y വിൽ ബി 2. സോ ദിസ് പോയിന്റ് ഇസ് 1,2 എന്നാണ് കിട്ടുക. ഓക്കെ, 1,2 ഇസ് ദി പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ക്ലിയർ ആണോ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഇനീക്വാലിറ്റീസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ. എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം? 2y ≤ x square plus 3 സാറ്റിസ്ഫൈ ചെയ്യണം. y plus mod x ≤ 3 സാറ്റിസ്ഫൈ ചെയ്യണം. അതുപോലെ y > mod x - 1 സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് എവിടെ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്താണ് വരിക. കാരണം ഇതിനകത്തുള്ള പോയിന്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ റാൻഡമായിട്ട് എടുക്കുക. എന്നിട്ട് ഇതിൽ ഓരോന്നിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സിനും വൈക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. അതേസമയത്ത് ഇതിനകത്തുള്ള പോയിന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പോയിന്റ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഇത് 0,1 ആണ്. ഈ വെർട്ടെക്സ് എന്ന് പറയുന്നത് എവിടെ വരികയാടാ? ഈ വെർട്ടെക്സ് വരുന്നത് എവിടെയായിരുന്നു? നമ്മൾ പറഞ്ഞില്ല എക്സിന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3/2 ആണ് വരിക. സോ ദിസ് വെർട്ടെക്സ് ഇസ് 0,3/2 ആണ് അല്ലേ. അപ്പോൾ ഇതിനകത്തുള്ള പോയിന്റൊക്കെ ഏകദേശം നമുക്ക് പറയാൻ പറ്റും. ഇതിനകത്ത് 0, 3/2, 1.5. അപ്പോൾ ഇതിനകത്ത് 2 ഒക്കെ ഉണ്ട്. ആ 0,2 ഒക്കെ അതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഒന്നുകിൽ എൻക്ലോസ്ഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ വരാൻ സാധ്യതയുള്ളത് ഒന്നുകിൽ ഇതിനകത്തായിരിക്കും വരിക, അല്ലെങ്കിൽ ഇതിനകത്തായിരിക്കും വരിക. ഈ രണ്ട് റീജിയൻ ഏതാണെന്ന് ഒബ്സർവ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇതിനകത്തുള്ളൊരു പോയിന്റ് ഇട്ട് നോക്കി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കാരണവശാലും 3 ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അപ്പം ഇതിനകത്തുള്ള ഒരു പോയിന്റ് 0,2 നിങ്ങൾ ഈ പറയുന്ന എല്ലാ എക്സ് വൈക്ക് ഇട്ട് കൊടുക്കുക. ഈക്വാലിറ്റിയിലൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ പോലും നമുക്കിത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ റീജിയൻ എന്ന് പറയുന്നത് ദ റിക്വയർഡ് റീജിയൻ ഈസ് ദിസ്. അപ്പോൾ ആ റിക്വയർഡ് റീജിയൻ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കാം. നോക്കിക്കോളൂ കേട്ടോ. ആ റിക്വയർഡ് റീജിയൻ എന്ന് പറയുന്നതാണ് ഈ ഭാഗം. നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് റിക്വയർഡ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ ഈ റെക്റ്റാങ്കിൾ കണ്ടോ, ഈ ഒരു ഷേപ്പിൽ റെക്റ്റാങ്കിൾ ഷേപ്പ് ഇതിൻ്റെ ഏരിയ കംപ്ലീറ്റ് കണ്ടുപിടിക്കും.
ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലെങ്ത് കിട്ടും, അതുപോലെ ഈ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് ഈ ലെങ്ത് കിട്ടും. അപ്പോൾ ഈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പരാബോള ഈ ഇതുമായിട്ട് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ഒരു റീജിയൻ്റെ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ നിന്ന്, വലിയ ഏരിയയിൽ നിന്നും ഈ ഇതിനകത്ത് വരുന്ന ചെറിയ ഏരിയ എന്ത് ചെയ്യും, നമ്മൾ മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു റീജിയൻ്റെ ഏരിയ കിട്ടും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിനകത്തുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതെന്താണെന്നുള്ളത് ഇവിടെ നിന്ന് നോക്കാം. ശ്രദ്ധിക്കട്ടോ, ഇതെന്ന് പറയുന്നത് ഈ ലെങ്ത് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എന്ത് വരും, 2 - 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 - 0 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് √2 എന്ന് വരും. ഇനി ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 - 0 ഹോൾ സ്ക്വയർ, റൂട്ട് ഓഫ് 2 - 0 ഹോൾ സ്ക്വയർ ഇസ് 4 പ്ലസ് 1 - 3 ഹോൾ സ്ക്വയർ ഇസ് 4 അഗെയിൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു √8 വരും. ദാറ്റ് വിൽ ബി 2√2 അല്ലേ, 2√2 എന്ന് വരും. ശരിയല്ലേ, ദാറ്റ് ഈസ് 2√2. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്, അത് ഞാനിവിടെ എഴുതാം. ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ √2 ഇൻറ്റു എന്ത് വരും, 2√2 വരും അല്ലേ. √2 ഇൻറ്റു 2√2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും ആൻസർ, 4 എന്നാണ് കിട്ടുക. ശരിയല്ലേ, ഇതിന് ആൻസർ എത്ര കിട്ടി, 4 എന്ന് കിട്ടി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മുകളിലത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. മുകളിലത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മുകളിൽ ഒരു ട്രയാങ്കിൾ കിട്ടി. ശരിയല്ലേ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കിയ ശ്രദ്ധിക്കുക. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഈ ഇവിടെയുള്ള നോക്കുക, വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2 ആണ് അല്ലേ, വൈ കോർഡിനേറ്റ് 2 ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നോക്കുക, 2 ഈ എക്സ് കോർഡിനേറ്റ് ഡിഫറൻസ് എടുക്കുക. അപ്പോൾ നോക്കുക, വൈ കോർഡിനേറ്റ് ഇത് വൈ ആക്സിന് പാരലാണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, 1 - -1 എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് 2 എന്ന് കിട്ടും. ശരിയല്ലേ മക്കളെ, ഈ ലെങ്ത് എന്താണ്, 2 ആണ് കിട്ടുക. ദാറ്റ് ലെങ്ത് ഈസ് 2. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ബേസ് ലെങ്ത് എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 2 ആണ്. ഇനി ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നോക്കുക, വൈ കോർഡിനേറ്റ് ഇവിടെ 2 ആണ്, അതിൻ്റെ ഹൈറ്റ് 2 - 3 ഹൈറ്റ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ആ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്, ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് ആണ്. ഓക്കെ, ഹൈറ്റ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. സോ ദിസ് ആൻസർ ഈസ് 1. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്, 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ, ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് 1. ഇനി നമുക്ക് ഇതിന് താഴത്തൊരു ചെറിയ ഏരിയയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട് അല്ലേ. ഈ ഒരു ചെറിയ പോർഷൻ്റെ ഏരിയയും കൂടെ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഈ ചെറിയൊരു പോർഷൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ക്വയർ റെക്റ്റാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. ഇതിൻ്റെ വെർട്ടെക്സിനോട് ചേർത്തൊരു റെക്റ്റാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഈ പറയുന്ന ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, 2/3 ഓഫ് ദി ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ ആയിരിക്കും. ഓക്കെ, സോ ഏരിയ ഓഫ് ദി region below the triangle, so area of the region below the triangle, just below the triangle ആണ്. അത് ഞാൻ ഈ പറയുന്നത് വെച്ച് നോട്ട് ചെയ്തോളണം കേട്ടോ. അതായത് ഈ ഒരു പോർഷൻ്റെ ഏരിയ ആണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ, അത് നോട്ട് ചെയ്ത് വെച്ചോളണം. ബിലോ ദി ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, മൊത്തം എടുക്കരുത്, ഇത് മാത്രം. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എന്താണ്, 2/3 ഇൻറ്റു എന്ത് വരും, 2/3 ഇൻറ്റു ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് നോക്കണം. ഇതിൻ്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം 3/2 ആണ്. ഇതിൻ്റെ വെർട്ടെക്സ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് എത്രയാണ്, 3/2 ആണ്. അപ്പോൾ 3/2 എന്ന് 2ലേക്കുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 - 3/2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 1/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1/2 ആണ്. റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നോ ഡൗട്ട് 2 ആണ്. അപ്പോൾ എന്ത് വരും ഇതിൻ്റെ ആൻസർ, 2/3 ഇൻറ്റു വിഡ്ത്ത് എത്രയാണ്, 1/2 ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ ദിസ് വിൽ ബി 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2/3 എന്നാണ് വരിക. അപ്പോൾ ഈ ട്രയാങ്കിളുടെയും അതുപോലെ ഈ ഏരിയ ജസ്റ്റ് ബിലോ ദി ട്രയാങ്കിളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1 + 2/3 എന്ന് പറഞ്ഞാൽ 3 + 2 5/3 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോട്ടൽ ഏരിയ ഉണ്ടല്ലോ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ നിന്ന്, സോ വാട്ട് ഈസ് ദ റിക്വയർഡ് ഏരിയ, റിക്വയർഡ് ഏരിയ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ മൈനസ് ഏരിയ ഓഫ് ദിസ് പെർട്ടിക്കുലർ പോർഷൻ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോർഷൻ്റെ ഏരിയ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എത്രയായിരുന്നു, 4 അല്ലേ കിട്ടിയത്, ഇവിടെ എൻ്റെ ഏരിയ യെസ് 4 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ആ 4 എഴുതുക, മൈനസ് ഈ സമ്മ് 5/3 ചെയ്യുക. സോ 5/3 ചെയ്യുന്ന സമയത്ത് 12 - 5 എത്ര കിട്ടും,
12 - 5 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടുക? 7/3 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? ഏരിയ അല്ല, നമ്മളെ ക്വസ്റ്റ്യൻ 6A കണ്ടുപിടിക്കലാണ്. സോ വാട്ട് ഈസ് 6A? ആൻഡ് ദിസ് ഈസ് യുവർ A. Now what is 6A? 6A is equal to 6 into 7/3 എന്ന് കിട്ടും. So this 3 and 6 we can cancel. We get 14. So what is the answer? 14 square units is the right answer. Okay. അപ്പോൾ 14 എന്നുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കുക. യെസ്. അപ്പോൾ ഓപ്ഷൻ നമ്പർ ഏതാണ്? 4 ആണ് കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ അല്ലേ? റൈറ്റ്.